പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. കേരള സദസ്സിനിടയിൽ പിണറായി വിജയൻ കണ്ട പൗരപ്രമുഖർ എന്ന അവതാര പിറവികളെ പരിഹസിച്ച് KM ഷാജി. നമ്മുടെ നാട്ടിൽ പിന്നെ അധികാരം കയ്യിൽ വിളിച്ചാൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. പ്രഭാത തീറ്റി. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടാവും. ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡ്ഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഉച്ച തീറ്റി എന്തിനും പോകും, അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കട്ടെ. ഞാൻ ഇന്നലെ ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ചെറുപ്പക്കാരനെ തെരുവിലിട്ടിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയിട്ട് അത് ഞാൻ അവര് പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയാന്ന് പറഞ്ഞിട്ട്, അയ്യോ മഹാഭാവി, അവരങ്ങനെ പറഞ്ഞോ? തൊട്ടു പിറ്റേ ദിവസം കണ്ണൂരിൽ രാവിലെ പൗരപ്രമുഖന്മാരുടെ കൂട്ടത്തിൽ പോയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാതെ നക്കിപ്പോന്നവന്റെ പേര് സാഹിത്യകാരൻ എന്നാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. കലാകാരൻ എന്നാണോ? പൗരൻ എന്നാണോ? ശിവനാണല്ല എഴുന്നേറ്റിട്ട് ചോദിക്കാൻ എന്തിന്? ഏമ്പക്കം വിടുമ്പോ പോലും ഒച്ച കേൾക്കണ്ടെന്ന് വിചാരിക്കുന്ന ഭീരുക്കളാണ് ഇവർ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഞാൻ ഒച്ച കേട്ട കോപിക്കുമല്ലോ. അതുകൊണ്ട് ചവക്കുന്നത് പോലും സൂക്ഷിച്ച് ചവക്കുന്ന ഈ തല്ലിപ്പൊളികളെയൊക്കെ സാഹിത്യകാരൻ, പൗരപ്രമുഖരെന്ന് ആരോടോ പേരിട്ടത്? എനിക്കറിയില്ല. ഇവനാണോ പൗരപ്രമുഖൻ? നാട്ടിൽ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ളവരും വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്തവരെ പൗരപ്രമുഖർ എന്നാരാ വിളിച്ചത്? അവരെ വിളിക്കേണ്ടത് ചെരുപ്പ് നക്കി എന്നാണ്. അതെ, അവനാ തന്റെ അടി. ഇവരൊരു കാര്യം ചെയ്താൽ മതി. ഓരോ നാട്ടിലും നടത്തുന്ന ഈ പരിപാടി, ഈ നവകേരള ബിരിയാണി പരിപാടി ഉണ്ടല്ലോ, അത് സത്യത്തില് രാവിലെ ആ പൗരപ്രമുഖന്മാരൊക്കെ ഞണ്ണിയ പൈസ ഉണ്ടല്ലോ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. പന്തലിട്ട പൈസ ഉണ്ടല്ലോ, വണ്ടിക്ക് കൊടുത്ത പൈസ ഉണ്ടല്ലോ, ആ നാട്ടിലെ കുറച്ച് പാവങ്ങൾക്ക് കൊടുത്താൽ അതെങ്കിലും ആശ്വാസമാവുമായിരുന്നു. അത് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കണക്കില്ലാതെ എല്ലാന്റെ കയ്യിലും പിരിച്ചു. ഈ ഗൾഫിലുള്ള എത്ര പേർക്ക് വിളി വന്നിട്ടുണ്ട്? ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും നാട്ടിൽ നിന്ന്. ആർക്കാ വരാത്തത്? എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി പിരിച്ചു, എന്നിട്ട് നടത്തി. ഇപ്പൊ ശരിക്ക് അലാവുദ്ദീനും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? പറക്കും തളികയും 21 കള്ളന്മാരും എന്ന് പറയേണ്ടിടത്തേക്കാണ് ഈ ജാഥ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വന്നോണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്റെ ചങ്ങായിമാരെ, ഒരു ആ കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിന്ന് നടക്കുമ്പോ അവന്റെ കൈയൊന്ന് കണ്ണിലിങ്ങനെ തട്ടി. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ NK ശശീന്ദ്രൻ നമ്മളൊന്ന് കണ്ണ് തുടച്ചിട്ട് ഓനെ വിളിക്കൂലേ, ബാമനെ എന്തേ സാരല്ലോ. ഈ കുട്ടി പേടിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ആനേറെ ഇയാളുടെ നോട്ടുണ്ട്. നാട്ടിൽ സഖാക്കളൊക്കെ പറിച്ചു നിൽക്കണ്. ആ ജാതി നോട്ടൻ. ഇവിടെ അപ്പൊ തന്നെ ഒന്ന് പറഞ്ഞാ പോരായിരുന്നു. ഇത് പെയ്യുന്നവരായപ്പോ ആൾക്കാർ പറഞ്ഞു സംഗതി സീന് മോശമാണേ, അതുകൊണ്ട് നമുക്കൊരു വേറെ സീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് PR-കാരെല്ലാം കൂടി കൂട്ടിയിട്ട് പിറ്റേന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് സമാധാനമൊക്കെ അതും പൊളിഞ്ഞി. കാരണം എന്താണ്? കുട്ടിന്റെ ആപ്പ പറയാണ് ഞങ്ങളുടെ ഭയാശങ്കകളൊക്കെ മാറി, ഈ സാധുക്കൾ പേടിച്ച് കുത്തിരിക്കായിരുന്നു എന്ന്. അപ്പോഴാ മനസ്സിലായത് ഇതാണ് നിങ്ങളുടെ രീതി. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.